നമുക്ക് ബാലൻസ് ഷീറ്റിൽ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെയാ കാണിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ് സാലറി ഔട്ട്സ്റ്റാൻഡിങ്. സാലറി നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു. സാലറി 10,000 ആയിരുന്നു, ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്ത് കാണിച്ചു. എന്നാൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് മാത്രമേ കാണിക്കത്തുള്ളൂ. അതായത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി അത് നമുക്ക് എന്താ ഒരു ബാധ്യതയാണ് അല്ലെ. ഔട്ട്സ്റ്റാൻഡിങ് നമുക്കൊരു ബാധ്യതയാണ്. എന്തായിരുന്നു ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. ഡ്യൂ ആയി പക്ഷെ നമ്മൾ അത് പേ ചെയ്തിട്ടില്ല, അപ്പൊ നമുക്കതൊരു ബാധ്യതയല്ലേ. അപ്പൊ എത്ര ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്? 2,000. ആ 2,000 മാത്രമേ നമ്മൾ എവിടെ കാണിക്കത്തുള്ളൂ? ബാലൻസ് ഷീറ്റിൽ കാണിക്കത്തുള്ളൂ. മനസ്സിലായോ? അടുത്തത് എന്താണ്? ഇൻഷുറൻസ് പ്രീപെയ്ഡ്. ഇൻഷുറൻസ് പ്രീപെയ്ഡ് ആയിട്ട് അടച്ചു. അത് നമുക്ക് എന്താ ഇവിടെ ചെയ്ത് കാണിച്ചത്? ഇൻഷുറൻസിന്റെ കൂടെ മുൻകൂട്ടി അടച്ചതിനെ നമ്മൾ ലെസ് ചെയ്ത് കാണിച്ചു അല്ലെ. അപ്പൊ മുൻകൂട്ടി അടയ്ക്കുന്നത് നമുക്ക് എന്താ? അതൊരു നേട്ടവാ, അതൊരു അസറ്റാ, നമ്മുടെ ഒരു മൂലധനവാ. അപ്പൊ നമ്മൾ അത് എവിടെ കാണിക്കും? നമ്മൾ അസറ്റിൽ കാണിക്കും. എങ്ങനെ കാണിക്കും? പ്രീപെയ്ഡ് ഇൻഷുറൻസ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ പ്രീപെയ്ഡിന്റെ വാല്യൂ മാത്രം എത്രയായിരുന്നു? പ്രീപെയ്ഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1,000. അത് മാത്രമേ നമ്മൾ എവിടെ കാണിക്കത്തുള്ളൂ? അസറ്റിൽ കാണിക്കത്തുള്ളൂ. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. അതായത് ഇൻഷുറൻസ് 8,000 ആയിരുന്നു, പക്ഷെ നമ്മൾ മുൻകൂട്ടി ഒരു 1,000 അടച്ചു, ബാലൻസ് കാണിച്ചു. എന്നാൽ ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ നമ്മൾ ഈ പ്രീപെയ്ഡിന്റെ വാല്യൂ മാത്രമേ, പ്രീപെയ്ഡ് നമുക്ക് എപ്പോഴും ഒരു അസറ്റ് ആണ്, ആ പ്രീപെയ്ഡിന്റെ വാല്യൂ മാത്രമേ നമ്മൾ എവിടെ കാണിക്കത്തുള്ളൂ? അസറ്റ് സൈഡിൽ കാണിക്കത്തുള്ളൂ. അടുത്തത് എന്താണ്? റെന്റ് അക്രൂഡ് 500. റെന്റ് അക്രൂഡ് 500 എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരുന്നു റെന്റ് അക്രൂഡ് എന്ന് പറഞ്ഞാല്? ഏൺ ചെയ്തു പക്ഷെ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്കത് കിട്ടാനുള്ളതല്ലേ, അത് നമ്മളുടെ ഒരു അസറ്റ് അല്ലേ, നമ്മളുടെ ഒരു മൂലധനമാണ്, നമുക്കത് കിട്ടും എന്തായാലും. അപ്പൊ നമ്മൾ അത് എവിടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റ് അസറ്റില്. കാരണം നമുക്കതൊരു അസറ്റ് ആണ്, നമുക്കതൊരു മൂലധനമാണ്. അതുകൊണ്ട് നമുക്ക് എവിടെ കാണിക്കാം? അസറ്റിൽ കാണിക്കാം. റെന്റ് അക്രൂഡ് എത്രയാ റെന്റ് അക്രൂഡ്? 500. അതും നമ്മൾ അക്രൂഡിന്റെ വാല്യൂ മാത്രമേ കാണിക്കത്തുള്ളൂ. റെന്റ് കിട്ടി, എന്നാൽ ഇനി കിട്ടാനുള്ളത് 500. അതാണ് നമ്മൾ എവിടെ കാണിക്കുന്നത്? അസറ്റില് കാണിക്കുന്നത്. മനസ്സിലായോ? അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് 2,000. എന്നാൽ അഡ്ജസ്റ്റ്മെന്റിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 200. ഇൻട്രസ്റ്റ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് 200 കിട്ടി. അപ്പൊ ഈ വർഷത്തിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് അത് കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഈ വർഷം നമുക്കത് കിട്ടിയോ? നമ്മളുടെ കയ്യിൽ അതുണ്ടോ? ഇല്ല. അപ്പൊ നമുക്കതെന്താ? ഒരു ലൈബിലിറ്റിയാ അല്ലെ. അത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എവിടെ നമ്മൾ കാണിക്കും? ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയ എമൗണ്ട് മാത്രം കാണിക്കും. മനസ്സിലായോ? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കിട്ടിയ എമൗണ്ട് നമുക്കൊരു ബാധ്യതയാണ്. അത് ഈ ഫിനാൻഷ്യൽ ഇയറിലെ അസറ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം നമുക്കത് കഴിഞ്ഞ വർഷമേ കിട്ടി, അഡ്വാൻസ് ആയിട്ട് നമുക്ക് കിട്ടി. അതുകൊണ്ട് നമുക്കതൊരു ലൈബിലിറ്റി ആണ്, ലൈബിലിറ്റി സൈഡിൽ കാണിച്ചു. എന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താ നമ്മൾ ചെയ്തത്? ഇൻട്രസ്റ്റ് റിസീവ്ഡ്, നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി 2,000, അതിൽ നിന്നൊരു 200 നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് കൊണ്ട് അതിനെ ലെസ് ചെയ്ത് കാണിച്ചു. എന്നാൽ ആ അഡ്വാൻസ് ആയിട്ട് ലെസ് ചെയ്ത്, അതായത് അഡ്വാൻസ് ആയിട്ട് കിട്ടിയ വാല്യൂ മാത്രം നമ്മൾ എവിടെ കാണിച്ചു? ബാലൻസ് ഷീറ്റിൽ കാണിച്ചു. അടുത്ത എന്താ? ഫർണിച്ചർ ₹10,000. then adjustment depreciation furniture at 10%. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഫിക്സഡ് അസറ്റ് ആണ് ഫർണിച്ചർ. അപ്പൊ ഫർണിച്ചർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കാണിക്കേണ്ടത് എവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ്. ഫർണിച്ചർ എത്രയാ? 10,000. പക്ഷെ എന്ത് സംഭവിച്ചു ഇവിടെ? അതിന് ഡിപ്രീസിയേഷൻ, തേയ്മാനം സംഭവിച്ചു. എത്രയാ? 10% ഡിപ്രീസിയേഷൻ. നമ്മൾ ഓൾറെഡി ഇവിടെ വാല്യൂ കണ്ടുവച്ചിട്ടുണ്ട്. 10% ഡിപ്രീസിയേഷൻ എത്രയാ? 1,000. 10% ഡിപ്രീസിയേഷൻ നമ്മൾ 1,000 ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ എന്താണ്? ആ ഫർണിച്ചറിന്റെ വാല്യൂ കുറയുവാണ്, അതിന് ഇടിവ് സംഭവിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഫർണിച്ചറിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷനെ ലെസ് ചെയ്ത് കാണിക്കണം. എത്രയാ അതിന്റെ വാല്യൂ? 1,000 നമ്മള് ലെസ് ചെയ്ത് കാണിക്കണം. കാരണം ഇപ്പൊ നമ്മളുടെ
ഫർണിച്ചറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9,000 ഉള്ളൂ. 10,000 ആയിരുന്നു, 10,000 വാല്യൂ ഉള്ളതായിരുന്നു. പക്ഷെ അതിൽ ഡിപ്രീസിയേഷൻ 1,000 സംഭവിച്ചു. ശരിക്കും അപ്പൊ നമ്മളുടെ ആസ്തി എന്ന് പറയുന്നത് ഇപ്പൊ ആ ഫർണിച്ചറിന് 9,000 ഉള്ളൂ. അതാണ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്? അസറ്റിൽ കാണിക്കുന്നത്. ഫർണിച്ചർ എപ്പോഴും നമുക്കൊരു അസറ്റ് ആണ്. പക്ഷേ അവിടെ ഡിപ്രീസിയേഷൻ സംഭവിച്ചാൽ നമ്മൾ അത് എന്ത് ചെയ്യണം? അത് എത്ര പെർസെന്റേജ് ആണോ ഡിപ്രീസിയേഷൻ സംഭവിച്ചത് അതിനെ എപ്പോഴും ലെസ് ചെയ്ത് കാണിക്കണം.